വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് ധ്യാനിക്കാനായിട്ടുള്ള തിരുവചന ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു അധ്യായമാണ്. കാരണം ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മോശ ധീരതയോടെ ചെങ്കടൽ കടത്തി മരുഭൂമിയിലെത്തിച്ചു. സീനായി മലയിലെത്തിയ മോശയെ ദൈവം 10 കൽപ്പനകൾ നൽകി ദൈവത്തിൻ്റെ ഹിതം ദൈവജനത്തെ നയിക്കേണ്ടതിന് എപ്രകാരം മോശ വിവേചിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് മോശയും ജോഷുവയും ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതിനിധികളായിട്ട് സീനായി മലയിൽ മേഘങ്ങൾക്കുള്ളിൽ ദൈവ സാന്നിധ്യത്തിലായിരുന്ന 40 രാവും 40 പകലും. ഈ ദൈവ സഹവാസത്തിനിടയിൽ മോശയെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു എന്ന ചിന്തയോടുകൂടി ഇസ്രായേൽ ജനം അഹ്റോൻ്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ, സ്വർണ്ണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തിന് നിഷിദ്ധമായ വിഗ്രഹാരാധന നടത്തുന്ന കറുത്ത അധ്യായം. ഈ അധ്യായം നമുക്ക് നൽകുന്ന പാഠങ്ങൾ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ജനത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഒന്നാമത്തെ ഒരു സവിശേഷത, ജനം തിന്മയിലേക്ക് പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ അംഗീകരിക്കാത്തൊരു ജനമാണ്. റോമക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുലിഖിതം ഇപ്രകാരമാണല്ലോ: ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കുമായി ദൈവം അവരെ വിട്ടുകൊടുത്തു. 32-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യൻ, അവൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇവിടെയാണ് തെറ്റ്, ഒന്നാമത്തെ തെറ്റ്. കാരണം അതുവരെ ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, യഹോവയായ ദൈവം ഞങ്ങളെ ചെങ്കടലിലൂടെ ഈ ദേശത്തേക്ക് എത്തിച്ചു. ഇന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന, ചെങ്കടലിൽ കടന്ന മിരിയാൻ തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ കൂട്ടത്തിൽ പാട്ടുപാടി ആരാധിച്ച ജനമാണ് പറയുന്നത്, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ദേവന്മാരെ ഉണ്ടാക്കി തരിക. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അനുഗ്രഹവും കരുണയും അളവറ്റ വിധം അനുഭവിച്ചറിഞ്ഞിട്ടും അതിനോട് ഒരു പ്രതിനന്ദി കാണിക്കാതെ, ആ നന്മ തിരിച്ചറിയാതെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കാത്തൊരു ജനം കാലിടറാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരുപോലെ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പരിപാലനയും ആവോളം അനുഭവിച്ചറിഞ്ഞിട്ടും ജീവിതം കൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്ന, ദൈവത്തിന് മഹത്വം നൽകുന്ന, ദൈവപ്രീതിക്ക് വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? അതോ അതരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും എന്നാൽ ഹൃദയം കൊണ്ട് മറ്റു പലർക്കും ജീവിതത്തിൽ സ്ഥാനം നൽകുകയും ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തുകയാണ്. ഈ ലോകത്തിനോ ലോകസുഖങ്ങൾക്കോ ലൗകിക മോഹങ്ങൾക്കോ അടിമപ്പെട്ടു ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന ബോധ്യമുണ്ടാവണം. ഇസ്രായേൽ ജനത്തിൻ്റെ കാലിടറിയതുപോലെ നമ്മുടെ കാല് ഇടറാതിരിക്കട്ടെ. അപ്പോൾ അഹ്റോൻ എന്ന് പറയുന്ന ജനനേതാവ്
മോശയെ സഹായിക്കാനായിട്ട് ദൈവം നിയോഗിച്ചു കൊടുത്തവനാണ്. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ജനത്തെ നയിക്കാൻ കഴിയാത്ത, ജനത്തിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു നേതാവിനെയാണ് അഹ്റോനിൽ നമ്മൾ കാണുന്നത്. ജനത്തിൻ്റെ അഴിഞ്ഞാട്ടത്തിന് അനുവാദം കൊടുത്തിരുന്നു എന്ന് 19 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ജനത്തിൻ്റെ ഏത് അഴിഞ്ഞാട്ടത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ജനനേതാവ്. യദോ രാജ തദോ പ്രജ. തിരുത്തേണ്ടടുത്ത് തിരുത്താൻ, തിന്മയെ ചെറുക്കേണ്ടടുത്ത് തിന്മയെ ചെറുക്കാൻ കെൽപ്പുള്ള നേതൃത്വമില്ലെങ്കിൽ, സഭയിലില്ലെങ്കിൽ, സമൂഹത്തിലില്ലെങ്കിൽ, കുടുംബത്തിലില്ലെങ്കിൽ അത് നാശത്തിലേക്കുള്ള പോക്കാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ തിരുത്തൽ ശക്തിയായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇന്ന് മാതാപിതാക്കളുടെ സ്വരം താന്നു പോകുന്നു. മക്കൾ വീട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയിലെത്തുന്നു. സമൂഹത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, സഭയിലാകട്ടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു തിന്മയെ ചെറുക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, ദൈവത്തോട് കൂടെയായിരിക്കാൻ അവരെ ശക്തരാക്കണമേ എന്ന്. എന്നാൽ പലപ്പോഴും ഈ ശക്തി ചോർന്നു പോകുമ്പോൾ അത് ദൈവജനത്തിൻ്റെ മുഴുവൻ നാശത്തിന്, അന്ധകാരത്തിൻ്റെ കടന്നുകയറ്റത്തിന് കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മോശയെ കാണാതിരുന്ന ജനത്തിന് അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം സ്വർണ്ണങ്ങൾ കൊണ്ടുവരിക. സ്വർണമെല്ലാം കൂടെ ചേർത്ത് ഒരു കാളക്കുട്ടിയുടെ രൂപത്തിൽ അവർ ഉരുക്കി വാർത്തെടുത്തു. ആ കാളക്കുട്ടിയുടെ മുമ്പിൽ ഈ ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുകയാണ്. ബലിപീഠം പണിതിട്ട് നാളെ കർത്താവിൻ്റെ ഉത്സവദിനമായിരിക്കുമെന്ന് പറഞ്ഞ് അതിരാവിലെ ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു. ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ കാളക്കുട്ടി എന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ആ കാളക്കുട്ടിയാണ് തങ്ങളെ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കൊണ്ടുവന്നത് എന്ന് ആ കാളക്കുട്ടിയുടെ മേൽ മഹത്വം ആരോപിച്ചുകൊണ്ട് ആ കാളക്കുട്ടിയെ കുമ്പിട്ടാരാധിക്കുന്ന ഒരു കറുത്ത ജനം. ഇത് ദൈവമായ കർത്താവ് കണ്ടു. ജനനേതാവായ മോശയോടൊപ്പം ജനത്തിന് വേണ്ടതായ നിയമങ്ങൾ പകർന്നു കൊടുക്കുന്ന ദൈവം മോശയോട് പറഞ്ഞു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്നവർ പറഞ്ഞിരിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശയോട് ദൈവം പറയുകയാണ്, എൻ്റെ ക്രോധം ആളിക്കത്താൻ പോവുകയാണ്. നീ എന്നെ തടയരുത്. ഞാൻ നിന്നിൽ നിന്നൊരു ജനതയുണ്ടാക്കി. ഈ ജനതയെ മുഴുവൻ ഞാൻ നശിപ്പിക്കാൻ പോവുക. ദൈവത്തിൻ്റെ തീരുമാനമാണത്. ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ 2 സ്വഭാവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ 2 സ്വഭാവങ്ങൾ സീറോ മലബാർ സഭയുടെ ആരാധനാ ക്രമത്തിൽ സപ്രാ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് പ്രഭാതത്തിൽ. നീതിമാനും നല്ലവനും കരുണാനിധിയുമായ കർത്താവേ. ദൈവം നീതിമാനാണ്, ഒപ്പം നല്ലവനും കരുണാനിധിയുമാണ്. ഈ നീതിമാനായ ദൈവമാണ് ഇവിടെ തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. നീതിമാനായ ദൈവം പറയുകയാണ്, ഇതാ ഇതുപോലെ എന്നെ അവഹേളിക്കുന്ന, വിഗ്രഹാരാധന നടത്തി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മുഴുവൻ കാളക്കുട്ടിക്ക് കൊടുക്കുന്ന ജനത്തിനെതിരെ നീതിപൂർവ്വം പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ക്രോധമാളിക്കത്തും, ഞാനിവിടെ നശിപ്പിക്കും. നീ എന്നെ തടയരുത്. നീ തടയാൻ വന്നാൽ ഞാൻ നല്ലവനും കരുണാനിധിയുമാകയാൽ ഈ നീതിക്കപ്പുറത്തേക്ക് ഞാൻ കരുണ കാണിച്ചു പോകും. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, നീ എന്നെ തടയരുത്, എൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിക്കുക. അപ്പോൾ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായ മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യോജിച്ചുകൊണ്ട് പറഞ്ഞു 11 മുതലുള്ള വാക്യങ്ങളിൽ, കർത്താവെ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നതെന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ക്രോധമാഞ്ഞടിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ജനത്തിനു വേണ്ടി കരുണയാചിക്കുന്ന മോശയുടെ സ്വരം.
ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈജിപ്തുകാർ പറയും, ഇവരെ നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ദൈവം ഈജിപ്തിൽ നിന്ന് ഇവരെ കൊണ്ടുപോയത്. തന്നെയുമല്ല, ദൈവമേ, നീ നിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പിതാക്കന്മാരോടും നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, തേനും പാലും ഒഴുകുന്നൊരു ദേശത്ത് ഞാൻ നിങ്ങളെ എത്തിക്കുമെന്ന്. അപ്പോൾ ജനത്തെ നീ നശിപ്പിച്ച് കളഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് നിൻ്റെ ക്രോധം ആളിക്കത്തരുതേ, നിൻ്റെ കരുണ ഒഴുകണമേ. തീരുമാനം മാറ്റാൻ ദൈവം നിർബന്ധിതനായി. ഈ ഒരു ദൈവത്തെ നമ്മൾ ബൈബിളിലുടനീളം കാണുന്നുണ്ട്. നീതിമാനായ ദൈവത്തിൻ്റെ നീതിബോധം ദൈവജനത്തിൻ്റെ നിലവിളിക്ക് മുമ്പിൽ, കരുണയ്ക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, മാനസാന്തരത്തിൻ്റെ മുമ്പിൽ, പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും മുമ്പിൽ അലിഞ്ഞില്ലാതായി കരുണയുടെ മുഖം പ്രകടിപ്പിക്കുന്നൊരു ദൈവം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നീതിമാനായിരിക്കാനല്ല, കരുണാനിധിയായിരിക്കാനാണ്. എന്നാൽ ഈ കരുണ ഇറക്കാൻ ആരെങ്കിലും വേണം. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥം യാചിച്ചപ്പോൾ ദൈവം തൻ്റെ ക്രോധം പിൻവലിച്ച് തൻ്റെ നീതിയുടെ തീരുമാനം മാറ്റി കരുണയൊഴുക്കാൻ നിലപാടെടുക്കുകയാണ്. നിനവേ നിവാസികളുടെ കാര്യത്തിൽ യോനാ പ്രവാചകനിലൂടെ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് രാജാവും പ്രജകളുമൊക്കെ ചാക്കുടുത്തു ചാരം പോശി പാപത്തെ ഓർത്ത് അനുദപിച്ചപ്പോൾ തീരുമാനം മാറ്റുന്നൊരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മാറ്റുമെന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സ്വഭാവം, അതായത് കരുണയുടെ സ്വഭാവം ജനത്തിലേക്ക് പ്രകടമാകാൻ ജനത്തിൻ്റെ പ്രവൃത്തി കാരണമാവുകയാണ്. ആദ്യത്തെ പാപത്തിൻ്റെ പ്രവൃത്തി ക്രോധം പ്രകടമാകാൻ കാരണമാകുന്നെങ്കിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രവൃത്തി കരുണ പ്രകടമാകാൻ കാരണമാകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷമാണിത്, വെളിച്ചമാകേണ്ട വചനമാണിത്. ഈ കാലഘട്ടത്തിൽ തിന്മ വർദ്ധമാനമാകുമ്പോൾ, തലമുറകൾ നാശത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ, ആത്മാക്കൾ നശിച്ചു പോകുമ്പോൾ, ക്രോധം ആഞ്ഞടിക്കേണ്ടതിടത്ത് ആ ക്രോധത്തെ തടയിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ വരാൻ മുട്ടിന്മേൽ നിന്ന് കൈവിരിച്ച് പിടിച്ച ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ കരച്ചിലും നിലവിളിയുമാണ് ഇന്ന് ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഇറക്കിക്കൊണ്ടുവരുന്നത് എന്ന് തിരിച്ചറിയുവാൻ, ആ കരുണ ഇറക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഉപകരണമായി മാറാൻ ദൈവമേ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് മോശയെ പോലുള്ള ദൈവത്തിൻ്റെ കരുണ ഇറക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ക്രോധമാഞ്ഞടിക്കാതെ ദൈവത്തിൻ്റെ കൃപയുടെ നിറവ് ഒഴുക്കിക്കൊണ്ടുവരുന്ന ദൈവ ശുശ്രൂഷകരുണ്ടാവുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ മുഖവും ജനത്തിലേക്ക് പ്രകടമാക്കിക്കൊണ്ട് മോശ താഴേക്ക് ഇറങ്ങി വരികയാണ്. മോശ കൈകളിൽ 2 ഉടമ്പടി പലകകളുമായി താഴേക്കിറങ്ങി. ഇരുവശങ്ങളിലുമായി 10 കൽപ്പനകൾ എഴുതിയ ആ പലക. മോശ താഴേക്ക് ഇറങ്ങിയപ്പോൾ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ കോപം ആളിക്കത്തി. ദൈവത്തിൻ്റെ കോപവും ക്രോധവും ശമിപ്പിച്ച മോശ ജനത്തിൻ്റെ തിന്മയുടെ അഴിഞ്ഞാട്ടത്തിന് മുമ്പിൽ അവൻ്റെ ക്രോധം ദൈവത്തിന് വേണ്ടി ആളിക്കത്തിച്ചു. അവൻ ആ പലകകൾ വലിച്ചെറിഞ്ഞു, കാളക്കുട്ടിയെ തച്ചുടച്ചു, അതിനെ പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനു വേണ്ടി തിന്മയുടെ ശക്തികൾ ആഞ്ഞടിക്കുന്നിടത്ത് ദൈവക്രോധം നടപ്പിലാക്കേണ്ട ശുശ്രൂഷകൻ കൂടിയാണ് ദൈവ ശുശ്രൂഷകൻ എന്ന് തിരിച്ചറിയണം. ഇതാണ് മോശയോട് ചെയ്യുന്നത്. മോശ ചെയ്തതെന്താണ്? മോശ തൻ്റെ ക്രോധത്തിൽ ആ പലകകൾ അലിച്ചെറിഞ്ഞു. എന്നിട്ട് കാളക്കുട്ടിയെ പാപകാരണമായി അതിനെ തച്ചുടച്ചിട്ട് അതിനെ വെള്ളത്തിൽ കലക്കി ജനത്തെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു. തുടർന്ന് അഹറോനോട് ചോദിച്ചു, നീ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്താണ് ചെയ്തത്? അഹറോൻ പറഞ്ഞു, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ, ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കിത്തരിക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു, അത് തീയിലിട്ടു, അതൊരു കാളക്കുട്ടിയായി. ശുദ്ധ നോണ. ഈ അഹറോൻ അറിയാം ആരാണ് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നതെന്ന്. ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് പറ്റി എന്ന്
ജനം ചോദിച്ചപ്പോൾ, ഇല്ല, മോശയല്ല നിങ്ങളെ കൊണ്ടുവന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്, ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ആ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് എന്ന് പറയാനുള്ള ധീരതയില്ലാതെ പോയി അഹറോന്. കാരണം ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹറോൻ അവരെ അനുവദിച്ചിരുന്നു. അഹറോൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഈ അഴിഞ്ഞാട്ടം മുഴുവൻ നടത്തിയത്. അഴിഞ്ഞാട്ടത്തിന് അനുവാദം കൊടുക്കുന്ന ഒരു നേതാവിന് ഒരിക്കലും ജനത്തെ തിരുത്താനും ആവില്ല പ്രിയപ്പെട്ടവരെ. അഴിഞ്ഞാട്ടത്തെ കണ്ണടച്ച് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു നേതാവിന്, ഒരു ശുശ്രൂഷകന് ഒരിക്കലും ദൈവജനത്തെ തിരുത്താനാവില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ജനത്തിൻ്റെ പക്ഷം ചേർന്ന് തിന്മയെ ചെറുക്കുന്നതിൽ മടിയുള്ളവരായി മാറരുത്. ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. യൂറോപ്പിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഒക്കെ സഭയെ നോക്കിയിട്ട് അവിടെയൊക്കെ ഒന്നുമില്ല, അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആളുകൾ എത്രയോ ഭേദമാണ് എന്ന് വ്യാഖ്യാനിക്കരുത്. ഒരു കാലത്ത് വിശ്വാസത്തിൻ്റെ ധീരത പ്രകടമാക്കിയിരുന്ന സഭയൊക്കെ ഇന്ന് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള വിശ്വാസികൾ അവിടെ ചെന്നാണ് സഭയെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ജീർണിച്ചു പോയ സഭയുടെ ജീർണ സ്വഭാവം ഈ സഭയിലേക്ക് ആവാഹിച്ചെടുക്കാൻ കൂട്ടുനിൽക്കരുത്. പിന്നെയോ തിന്മയാണെന്ന് ചങ്കുറപ്പോടെ, ചങ്കൂറ്റത്തോടെ ഏറ്റുപറയാൻ, തിരുത്താനുള്ള നിശ്ചയദാർഢ്യം കാണിക്കുന്നവനാകണം ഓരോ ക്രിസ്ത്യാനിയും. എല്ലാവരും ചെയ്യുന്നതാണ്, ഇന്നത്തെ കാലമല്ലേ, ഇന്നൊക്കെ അങ്ങനെയാണ്. ഈ ഒരു വലിയ ദുർഭൂതം കേരള സഭയെ പിടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇളം തലമുറയെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായിട്ടത് മാറുകയാണ്. ഇന്നെല്ലാവരും ഇങ്ങനെയല്ല അച്ഛാ, ഇന്ന് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാത്തത്? ഈ ചോദ്യം ഇനി മേലെ ചോദിച്ചു പോകരുത്. ഇത് അഴിഞ്ഞാട്ടത്തിൻ്റെ മേഖലകൾക്ക് ഒരു ലൈസൻസ് ആകുന്ന ചോദ്യമാണ്. അത് മദ്യത്തെക്കുറിച്ചാണെങ്കിലും, വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചാണെങ്കിലും, ധാർമ്മികമായ അപക്വമായ പെരുമാറ്റങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതിന്ന് ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ചോദ്യമാണ്. ഇന്നത്തെ കാലമല്ലേ, ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ? ഒരു ക്രിസ്ത്യാനി, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ ചോദിക്കരുതാത്ത ചോദ്യമാണത്. അവൻ്റെ ജീവിതത്തിൽ ചില നിലപാടുകൾ വേണം. മോശയെപ്പോലെ ധീരതയോടെ നിൽക്കണം. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നവനാകണം. ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്നവനാകണം. ദൈവിക ജ്ഞാനമുള്ളവനാകണം ക്രിസ്ത്യാനി. ഇല്ലെങ്കിൽ കാളക്കുട്ടികളിലൂടെ വർദ്ധിക്കും. ദൈവത്തിൻ്റെ ക്രോധം ആളിക്കത്തും. തടഞ്ഞു നിർത്താൻ കരങ്ങൾ വിരിച്ച് മുട്ടുകുത്തി നിന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. മോശയെ പോലെ ധീരതയോടെ ജനത്തെ തിരുത്താൻ, പാപത്തിൽ പിടിയിൽ നിന്ന് ഉണർത്താൻ ചങ്കുറപ്പും ചങ്കൂറ്റവും കാണിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മോശ. ഈ മോശ എന്നാൽ ദൈവത്തിനു മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി യാചിച്ച മോശ ജനത്തിൻ്റെ മുമ്പിൽ ശക്തമായ നിലപാടെടുക്കുകയാണ്. കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് അവൻ ആളുകളെ വിളിച്ചു. ലേവി ഗോത്രജർ മാത്രം അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവരനുഗ്രഹിക്കപ്പെട്ടു കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ. ഇന്ന് ഇതേ ചോദ്യം ദൈവം ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ലോകം മുഴുവൻ തിന്മയുടെ പക്ഷത്തേക്ക് പോകുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആരുണ്ട്? റോമാലേഖനം 8:31 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? കർത്താവ് നമ്മുടെ പക്ഷത്താ. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ പക്ഷത്താണോ? നമ്മൾ കർത്താവിൻ്റെ പക്ഷത്തായാലേ കർത്താവിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയൂ. അങ്ങനെ മോശ ലേവ്യരെ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവരെ ചേർത്ത് നിർത്തിയിട്ട് കഠിന പാപത്തിൻ്റെ ശിക്ഷ ഇസ്രായേലിൻ്റെ മേൽ നടപ്പിലാക്കുകയാണ്. മോശ തിരിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന്
എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും ജനത്തിന് പകരം ശിക്ഷ ഏറ്റെടുക്കുകയാണ് മോശ. എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. അങ്ങയുടെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഈ ജനത്തെ ശിക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എൻ്റെ പേര് മായ്ച്ചു കളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മോശയുടെ അഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ദൈവത്തിന് മുമ്പിൽ ഇതുപോലെ നിന്ന് ജനത്തിനു വേണ്ടി വാദിക്കണം. അബ്രാഹാം പറഞ്ഞതുപോലെ നല്ലവരായി 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുവോ? 50 നിന്ന് 40, 35, 20, 25 ഇങ്ങനെ കുറച്ചു കൊണ്ടുവന്നില്ലേ ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന? എന്നെ ശിക്ഷിച്ചു, എന്നാലും ഈ ജനത്തെ ശിക്ഷിക്കരുത് എന്നാണ് മോശ പറയുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും. കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹ്റോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു. ഇത് പാപത്തിൻ്റെ ശിക്ഷ ജനത്തിന് കൊടുക്കുന്നൊരു ദൈവമാണ്. എന്നാൽ നാം പുതിയ നിയമ ജനതയാണ്. ഈ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത യേശുക്രിസ്തു ഉണ്ടല്ലോ. നമുക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശാപത്തിൻ്റെയും എല്ലാ കെട്ടുകളും അഴിച്ചവൻ. ഇന്ന് കരുണാർദ്രനായ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആ യേശുക്രിസ്തുവിൻ്റെ പീഡകളുടെ യോഗ്യതയാൽ എന്നിലേക്കും നിങ്ങളിലേക്കും ഒഴുകും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മോശ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ യേശുക്രിസ്തുവിലൂടെ ബലി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം ശമിച്ചെങ്കിൽ പോലും ജനത്തിന് ശിക്ഷ കിട്ടി. എന്നാൽ ഇന്നിതാ ഇവിടെ ശിക്ഷ മുഴുവൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുതാവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനാണ്. ആ യേശുക്രിസ്തുവിലൂടെ രക്ഷ തിരുസഭ വഴിയായി കൂദാശകളിലൂടെ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു പോരായ്മയായി കരുതരുത്. ദൈവത്തെ മറന്ന് അഴിഞ്ഞാട്ടത്തിന് വിധേയരാകരുത്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് മോശയെപ്പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ജനത്തിനു വേണ്ടി കരഞ്ഞ് മധ്യസ്ഥം വഹിക്കാൻ, തിന്മയുള്ളിടത്ത് ക്രോധത്തോടെയാണെങ്കിലും തിന്മയെ ചെറുക്കാനുള്ള ചങ്കുറപ്പ് കാണിക്കാൻ സന്നദ്ധരായ വിശ്വാസ സമൂഹം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ധീരതയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, ദൈവകൃപയുടെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ഈ കാലഘട്ടത്തെ സഭയെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു പോരായ്മയായി കരുതിയ ജനം കാലിടറി കാളക്കുട്ടിയെ ആരാധിച്ച് ദൈവത്തിന് മുമ്പിൽ ശിക്ഷ വിളിച്ചു വരുത്തിയതുപോലെ ഈ കാലഘട്ടവും ഒത്തിരിയേറെ തിന്മകൾ, ഒത്തിരിയേറെ കാളക്കുട്ടികൾ പെരുകുന്നൊരു കാലഘട്ടമാണെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഈശോയത്തിന് മുമ്പിലേക്ക് മോശയെപ്പോലെ ഞങ്ങൾ മധ്യസ്ഥരായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ക്രോപം ആളിക്കത്തരുതേ എന്ന്, നിങ്ങളുടെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള വരം ഞങ്ങൾക്ക് തരണമേ. തിന്മയെ ചെറുക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ മാറി ചിന്തിക്കാൻ, എല്ലാവരും ചെയ്യുന്നതല്ലേ ഇന്നത്തെ കാലമല്ലേ എന്നുള്ള ചിന്തയും ശൈലിയും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് മാറ്റമില്ലെന്നും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ എന്നും ആഴപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. ഇരുകരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ശക്തമായി സ്തുതിച്ച് ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം, ദൈവകൃപയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, തിന്മയെ ചെറുക്കാനുള്ള അഭിഷേകം, വേറിട്ട ചിന്തകളോടെ വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കാനുള്ള അഭിഷേകം, കാലഘട്ടത്തിൻ്റെ തിന്മകൾ കടിമപ്പെടാതിരിക്കാനുള്ള അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷയേറ്റെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേലൊഴുകട്ടെ. യേശുവിൻ്റെ ബലിയുടെ യോഗ്യത ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവജ്ഞാനം വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, സ്തുതി ദൈവമേ. ആരാധന, ആരാധന, ആരാധന. Praise the Lord. Hallelujah. നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. നാമെല്ലാം യേശുവിൽ
നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.